نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين صدق الله العلي العظيم അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജ് അതേപോലെ ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞ് ആളുകൾ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഓരോ കർമ്മങ്ങളും സമൂഹത്തെ ഉൾപ്പെടെ, സ്വന്തത്തെ മാത്രമല്ല സമൂഹത്തെ ഉൾപ്പെടെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ട് ഉള്ളത്. ഹജ്ജ് കർമ്മവും അങ്ങനെ തന്നെയാണ്. സകല കൊടിയ ശിർക്കുകളിൽ നിന്നാണ് ഏറ്റവും ആദ്യമായി മനുഷ്യകുലത്തെ ശുദ്ധീകരിക്കേണ്ടത്. കാരണം ആ ശുദ്ധീകരണമാണ് ശാശ്വതമായി മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. മറ്റ് ശുദ്ധീകരണങ്ങൾക്കൊക്കെ പ്രസക്തി വേണമെങ്കിൽ ഷിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, നിഫാഖിൽ നിന്നും, അതുപോലെ തന്നെ ഹറാമുകളിൽ നിന്നുമൊക്കെ ശുദ്ധിയായാൽ മാത്രമേ മറ്റ് സകല ശുദ്ധീകരണങ്ങൾക്കും പ്രസക്തിയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അത്തരം ശുദ്ധീകരണ പ്രക്രിയക്ക് അള്ളാഹു തന്നെ നേതൃത്വം കൊടുക്കുകയും 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ആ കർമ്മം നേർക്കുനേരെ തന്നെ നടത്തുകയും പിന്നീട് മൊത്തം വിശ്വാസി സമൂഹത്തെ, അന്ത്യനാൾ വരേക്കുമുള്ള വിശ്വാസി സമൂഹത്തെ ആ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു ഈ കർമ്മം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് കഴിഞ്ഞ ഓരോ ഹാജിയുടേത് മാത്രമല്ല, ഓരോ വിശ്വാസികളുടെയും ഏറ്റവും വലിയ ബാധ്യതയാണ് ഇബ്രാഹിം മില്ലത്തിലേക്ക് മനുഷ്യകുലത്തെ മുഴുവനും എത്തിക്കുക എന്ന് പറയുന്നു. ആ ദൗത്യം നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഒരു ഹാജി യഥാർത്ഥ ഹജ്ജ് ചെയ്തവനായി മാറുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ പ്രതിജ്ഞ ചെയ്ത് തീരുമാനമെടുത്ത് രംഗത്ത് വന്നെങ്കിൽ മാത്രമാണ് അവന്റെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായതായി മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പറയാറുള്ളത് പോലെ ഷഹാദത്തുൽ ഹഖ് എന്താണെന്ന് അറിയാതെയാണ് ഇന്ന് സമുദായം നമസ്കാരവും അതേപോലെ നോമ്പും അതുപോലെ സക്കാത്ത് ഒരുപക്ഷെ അതിൽ പെടുകയില്ല. സക്കാത്ത് ഒരാൾ കൊടുത്താൽ അയാളെ അള്ളാഹു ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും. അത് പ്രയോഗവൽക്കരിച്ചു കഴിഞ്ഞാൽ അതിന് സമുദായം തയ്യാറുമല്ല. അത് കൃത്യമായി ചെയ്യുവാൻ
ആ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കടക്കുവാൻ സമുദായം തയ്യാറല്ലാതെ ഹജ്ജിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത് ഷഹാദത്തുൽ ഹക്കാണ്. അതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അതേപോലെ അദ്ദേഹത്തിന്റെ മില്ലത്തിലൂടെ കടന്നു വന്ന ഇസ്മായിൽ നബി പരമ്പരയിൽ കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വ്യതിചലിച്ച ജൂത ക്രൈസ്തവ സമൂഹത്തെയും മുശ്രിക്കുകളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. സൂറത്തുൽ ബഖറയിലെ 135-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. ജൂതന്മാർ പറയുകയാണ്, നിങ്ങൾ ജൂതരാകുവിൻ, എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ, സന്മാർഗം പ്രാപിച്ചവരായി മാറുകയുള്ളൂ. ക്രിസ്ത്യാനികൾ പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളാകുവിൻ. നസാറാക്കൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, എങ്കിലേ നിങ്ങൾ സന്മാർഗം നിങ്ങൾ ക്രിസ്ത്യാനികളാവൂ, എങ്കിലേ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗമാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാൽ ആ ക്രൈസ്തവ സമൂഹം പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികളാവൂ, ഞങ്ങളുടെ പാതയിലേക്ക് നിങ്ങൾ വരുവിൻ, എങ്കിലേ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരായി മാറുകയുള്ളൂ. പുൽ, നിങ്ങൾ പ്രഖ്യാപിക്കണം ഈ ജൂത സമൂഹത്വവും ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ ലോകത്തിന്റെ തന്നെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയോട് നിങ്ങൾ പ്രഖ്യാപിക്കണം, ബൽ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നിങ്ങളെല്ലാം വെടിഞ്ഞ് ഇബ്രാഹിമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല, ഒരർത്ഥത്തിലും ശിർക്ക് ചെയ്യുന്നവൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അതാണ് യഥാർത്ഥ മാർഗം. അങ്ങനെ ആ മില്ലത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ ബാധ്യത അതാണ്, നിങ്ങളുടെ ബാധ്യത അതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആധിപത്യ മേഖലയിൽ ഉൾപ്പെടെ ഒരു പങ്കുകാരെയും ചേർക്കുവാൻ സന്നദ്ധമല്ല എന്ന പ്രഖ്യാപനം അത് അടിയുറച്ച് നെഞ്ചേറ്റ് വാങ്ങിക്കൊണ്ട് അതിന്റെ പ്രവർത്തകരായി വാഹകരായി നിങ്ങൾ മാറുകയാണ് എങ്കിൽ ആരാണോ മാറുന്നത് അവർ മാത്രമാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് പ്രഖ്യാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും 3 മേഖലയിൽ, പ്രത്യേകിച്ച് ഇസ്ലാം ഊന്നി പറയുന്ന 3 മേഖലയിൽ കൊടിയ ശിർക്ക് സംഭവിച്ച അവസ്ഥയിലാണ് ഈ സമുദായം ബഹുഭൂരിപക്ഷം ആളുകളും അകപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇബ്രാഹിം മില്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം പിതാവിനോട് പടപൊരുതി നേടിയ ആരാധന മേഖലയിലെ ശിർക്ക് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. യേശുവാണ് അവരുടെ ദൈവമായി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്യാമറിയവും പുണ്യവാളന്മാരെയുമാണ് അവർ ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാധന പത്രമായി വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഉപാധിയായി ലോക ജനത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം മില്ലത്തിൽ നിന്ന് ആ ജനത വ്യതിചലിച്ചു പോയി. മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ 33 കോടി ദൈവങ്ങളെയാണ് അവർ ഇന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹം ഉൾപ്പെടെ സ്ഥാപിച്ചിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ വരെ എത്തിയ ആ ജനതയെ അതൊക്കെ തച്ചുടച്ചുകൊണ്ട്, അതൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട്, അതിനുവേണ്ടി അധികാരം നേടിക്കൊണ്ട്, അങ്ങനെ ആധിപത്യം നേടിക്കൊണ്ട് പ്രവാചകൻ സ്ഥാപിച്ച ആ മില്ലത്ത് അതിനെ തിരിച്ച് അവിടേക്ക് കൊണ്ടുവരുവാൻ പണിയെടുക്കുക എന്നതാണ് ഓരോ ഹാജിയുടെയും ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരിട്ട കൊടിയ ഷിർക്ക് ആസറിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ് ആദ്യമെങ്കിൽ അതിനുശേഷം നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്രൂദാണ്. ഇത് രണ്ടും കൊണ്ട് നടക്കുന്നവനാണ് നമ്രൂദ് എന്ന് പറയുന്നത്. ഈ ആരാധനാ മേഖലയിലെ ഷിർക്കും ആധിപത്യ മേഖലയിലെ ഷിർക്കും കൊണ്ട് നടക്കുന്നവൻ. ആരാധനാ മേഖലയിൽ വഴിപിഴച്ച ആളുകൾ, മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളെ വിശുദ്ധ ഖുർആൻ ശക്തമായി ആഹ്വാനം ചെയ്യുന്നത് കാണാൻ സാധിക്കും. അന്ത്യനാൾ വരേക്കും മുസ്ലിം സമുദായം ഉൾപ്പെടെ അത്തരം ഒരവസ്ഥയിൽ അകപ്പെടാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ കാന ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. അള്ളാഹുവിനോടൊപ്പം മറ്റു രക്ഷകരെ വരിക്കുക, ഔലിയാക്കളെ സ്വീകരിക്കുന്ന ആളുകള്. എന്നിട്ട് ആ നടപടിയെ അവർ സ്വീകരിക്കുന്നത് അവർ ഞങ്ങളുടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ ഒന്നും രക്ഷകരായിട്ടല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കാര്യത്തിന് മാത്രമേ അവരോട് ആവശ്യപ്പെടുന്നുള്ളൂ,
അവരോട് പ്രാർത്ഥിക്കുന്നുള്ളൂ ഒരു കാര്യത്തിന്, അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞങ്ങൾ ആരും അവരെ അള്ളാഹുവായിട്ടോ സമാനമായിട്ടോ സ്വീകരിച്ചിട്ടില്ല. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് വരിക്കുന്ന, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ വരിച്ചിരിക്കുന്നത് എന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും അവർക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹു അത്തരം കള്ളന്മാരെന്നാ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അള്ളാഹുവിനോടൊപ്പം അവരെ വരിച്ചിരിക്കുന്നത് എന്ന് ആരാധന മേഖലയിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് അവർക്ക് സന്മാർഗമില്ല. അത്തരം പറയുന്ന ആളുകൾക്ക് സന്മാർഗമില്ല എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ കാദിബുൻ കഫാർ, അവർ കള്ളന്മാരാണ്, കാദിബൻ കള്ളന്മാരും അവർ കാഫിറുകളുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ആ ജൂതവാദം നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ, ജൂതന്മാരുടെ വാദം അതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിനെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? പിതാവിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, യഹോവയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, യഹോവയുടെ പുത്രനായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ, എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ, ഇങ്ങനെ ഇടയാളന്മാര് വെച്ച ആളുകൾ മുഴുവനും നാശമാണ്. ആര് വെച്ചാലും, സാക്ഷാൽ അഷ്റഫുൽ ഖൽഖിനെയാണ് വെച്ചതെങ്കിൽ പോലും, പ്രവാചകനെയാണ് വെച്ചതെങ്കിൽ പോലും അവർ നാശമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ വിശുദ്ധ ഖുർആനോ ഹദീസിലോ ഒരൊറ്റ പ്രാർത്ഥന പോലും ഒരു ഇടയാളനായി വെച്ചുകൊണ്ട് പോലും നമുക്ക് കാണുക സാധ്യമല്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് കാക്കണേ എന്ന ഒരു പ്രാർത്ഥന ഇസ്ലാമിൽ തിരഞ്ഞാൽ നമുക്ക് കാണുക സാധ്യമല്ല. മൂസ അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് കാക്കണേ എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രാർത്ഥന പോലും ലോകം മുഴുവൻ പരതിയാലും നമുക്ക് കാണുക സാധ്യമല്ല. എന്നിട്ടാണ് ബാക്കിയുള്ള കുറെ ആളുകൾ എന്ന് നമ്മൾ മുസ്ലിം സമൂഹത്തെ ഉൾപ്പെടെ ബോധവൽക്കരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് ഹാജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് മാറിച്ചു മാത്രമല്ല, അത് ആരാവണം, അത്ര മഹാന്മാരായ അതിലേറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനെ കുറിച്ച് പോലും അബ്ദുഹു വ റസൂലുഹു എന്ന് പറയണം. ആദ്യം അടിമയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അടിമയാണെന്ന് സമ്മതിച്ചു വേണം, പിന്നീടാണ് റസൂൽ എന്ന് അംഗീകരിക്കുന്നതിന് പ്രസക്തിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആവർത്തിക്കേണ്ടതുണ്ട്, 17 തവണ ആവർത്തിക്കേണ്ടതുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അടിമയാണ്, അബ്ദാണ് ഞാൻ അടിമയാണ്, അതോടൊപ്പമാണ് പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുള്ളൂ. അബ്ദാവാതെ, അടിമയാവാതെ, അടിമത്വം അംഗീകരിക്കാതെ, എല്ലാ അർത്ഥത്തിലുമുള്ള അടിമത്വം അംഗീകരിക്കാതെ ഇസ്തിആദത്തിന്, പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ സൂറ വരെ, അവസാനത്തെ സൂറത്ത് വരെ ഖുൽ അഊദു ബി റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്, റബ്ബ് ആദ്യം അംഗീകരിക്കണം, അതുപോലെ രാജാധിപത്യം, ആധിപത്യം അംഗീകരിക്കണം, എന്നിട്ട് വേണം ഇലാഹിന്നാസ് പറയാൻ. അത് അതിന്റെ തർത്തീബ് വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ സൂറയിൽ വരെ അത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യസ്തതിഊന നസ്റഹും, ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ സാധ്യമല്ല. അല്ലാഹു ഇല്ലാതെ ഒരു സഹായവുമില്ല, അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു രക്ഷയുമില്ല, ഒരു ഇലാഹുമില്ല, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം. ഇങ്ങനെ ചെയ്തവർ അവരൊരു കർമ്മവും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകും. എന്നാൽ ഈ ബോധമില്ലാത്ത ആളുകൾ അവർ എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്താലും ഒന്നും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗുഹാവാസികൾ ഇത് പ്രഖ്യാപിച്ചു, ആധിപത്യ മേഖലയിലും ആരാധന മേഖലയിലും അല്ലാഹു മാത്രമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടു കൂടി അല്ലാഹു അവരെ ഏറ്റെടുക്കുകയും എന്നിട്ട് കർമ്മരംഗത്തേക്ക് ഇറക്കുകയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചെയ്തത്. അവരൊരു ഗുഹയിലേക്ക് പ്രവേശിച്ച് 300 ചില്ലാനം കൊല്ലം അവർ ഉറക്കിക്കിടത്തുകയാണ്. അത് മതി അവർക്ക്, ആ ഉറക്കം തന്നെ മതി. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉറക്കം പോലും അല്ലാഹു സ്വീകരിക്കും. അതാണ് അല്ലാഹു 300 ചില്ലാനം വർഷം ഉറക്കിക്കിടത്തിയിട്ട് നേരെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം അല്ലാഹു അതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, പാഠമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈ വിശ്വാസം അത് അരക്കെട്ടുറപ്പിക്കാത്തവൻ എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്താലും, അള്ളാഹുവിങ്കൽ 10,000 വീട് വെച്ചു കൊടുത്താലും അള്ളാഹുവിങ്കൽ അത് സ്വീകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അധികാര മേഖലയിലായിരുന്നു അദ്ദേഹം നേരിട്ടത്. നമ്രൂദിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ചുട്ടരിക്കപ്പെടാൻ കാരണമാകുന്ന വിധം ആധിപത്യ മേഖലയിലെ തൗഹീദിനെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. നമ്രൂദും ഫറവമാരും ഹാറൂനും അബൂജഹലും ഒക്കെ ഈ അർത്ഥത്തിൽ നേരിട്ട
നേരിട്ടപ്പോൾ അതിന് മക്ക വെടിഞ്ഞിട്ടാണെങ്കിലും, തൗഹീദ് പറയുന്ന മക്ക വെടിഞ്ഞിട്ടാണെങ്കിലും അതാണ് ഇബ്രാഹിം മില്ലത്ത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ ആ ഹിജറ പോയിക്കൊണ്ട് ആ ആധിപത്യം നേടിയെടുത്തുകൊണ്ട് ആ ഉൾപ്പെടെയുള്ള ശിർക്കിനെ, ആധിപത്യ മേഖലയിൽ മാത്രമല്ല ആരാധന മേഖലയിൽ ഉൾപ്പെടെയുള്ള ശിർക്കിനെ തിരുത്തിയ പ്രവാചകന്റെ മില്ലത്തിലേക്ക് കയറി നിൽക്കുവാനാണ് ഹജ്ജ് നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് ഈ കാലഘട്ടം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വിലയിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാലോചിതമായി ഈ ചരിത്രങ്ങളെ വായിച്ചെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത്, കേരള ജനത നിൽക്കുന്നത് ഒരു ഇലക്ഷന്റെ മുമ്പിലാണ്. നമ്മൾ മനസ്സിലാവും, ഒരു ഇലക്ഷന്റെ മുമ്പിലാണ്. ശ്രദ്ധേയമായ അഖിലേന്ത്യാ തലത്തിലുള്ള ഇലക്ഷനെക്കാളും വലുതായിക്കൊണ്ടാണ് അത് ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ വിധിയും വരിയുമാണ്. അള്ളാഹുവിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്ന ജനതയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ, അതിനുവേണ്ടി യോജിക്കാൻ ശ്രമിക്കുന്ന ഒരു സമുദായത്തെ ഭീകരമാംവിധം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ നിലപാട് വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? അവിടെ ഉറച്ചു നിൽക്കുവാൻ, സംഘടിക്കുവാൻ നമുക്ക് സാധ്യമാണോ എന്നാണ് ആ തെരഞ്ഞെടുപ്പ് നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നു? വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വെച്ച് ഇത്തരം സന്ദർഭത്തിൽ വിലയിരുത്തുവാനും പഠിക്കുവാനും എന്നിട്ട് നിലപാട് സ്വീകരിക്കുവാനും എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 150 മുതലുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറുസുലിഹി വയഖൂലുന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ് വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല. അല്ലാഹുവിനെയും അവന്റെ ദൂതന്മാരെയും നിഷേധിക്കുക, കുഫ്ർ നിലപാട് സ്വീകരിക്കുക. എന്നിട്ടോ അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും തമ്മിൽ വേർപ്പെടുത്താൻ ശ്രമിക്കുക. ഒന്ന് കുഫ്ർ, മറ്റൊന്നെന്താണ്? ഖുർആനൊക്കെ നമുക്ക് അംഗീകരിക്കാം, ഹദീസ് പറ്റൂല. ഹദീസൊക്കെ നമുക്ക് പിന്തുണക്കാം, ഖുർആന് മുഴുവൻ ഇങ്ങോട്ട് അംഗീകരിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് സാധ്യമല്ല എന്ന് പറയുന്ന വേർപ്പെടുത്തുക. രണ്ടും രണ്ടായിക്കൊണ്ട് അതിനെ ചിലതെടുത്ത് മറ്റു ചിലതിനെ മാറ്റിവെക്കുന്ന നിലപാട് സ്വീകരിക്കുക. അതേപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച ചില കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം, എല്ലാ കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മറ്റൊരു ജനത, അത്തരം വിഭാഗം ആളുകൾ എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വഴി ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. അവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും മാത്രമല്ല, മുസ്ലിം സമുദായത്തിനകത്തുള്ളവരാണെങ്കിലും അവർ അങ്ങനെ രണ്ടും കൂടെ ചേർത്ത്, മതവും വേണം നമുക്ക്, അതേപോലെ തന്നെ രാഷ്ട്രീയവും വേണം. രണ്ടു മേഖലയും ഇസ്ലാമിലുണ്ട്, മതവുമുണ്ട്, രാഷ്ട്രീയമുണ്ട്. പ്രവാചകൻ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. ആ ഭരണാധികാരം 1-ാം തീയതി തന്നെ ലക്ഷ്യം വെച്ച് നേടിയെടുത്ത പ്രവാചകന്റെ അനുയായികള് ആ മേഖലയിലൊക്കെ വൻപാപികളെ പിന്തുണക്കുകയാണ്. വൻപാപി, കൊടിയ ശിർക്കിലധിഷ്ഠിതമായ ഭരണകൂടങ്ങളെ പിന്തുണച്ചുകൊണ്ട് എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും കൊടിയ വൻപാപങ്ങൾ വിളമ്പിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ജനതയെ ആ മുന്നണിയിൽ അവരുടെ വക്താക്കളായി ചേർന്ന് അതിന്റെ പ്രയോഗാക്താക്കളായി മാറിയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് വാദിച്ചുകൊണ്ട് പിന്തുണക്കുന്ന കാര്യമല്ല. രണ്ട് കക്ഷികൾ ഏറ്റുമുട്ടിയാൽ അതൊരു പക്ഷെ പിന്തുണക്കേണ്ടി വന്നേക്കും. ആ പിന്തുണ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അവിടെ ഏറ്റവും വലിയ ശക്തി നന്മയുടെ വക്താവ്, രണ്ട് കള്ളുകുടിയന്മാരുണ്ട് എങ്കിൽ അതിലേറ്റവും മുഴുക്കുടിയനെ നേരിടൽ അനിവാര്യമായി വന്നാൽ ആ ചെറിയ കുടിയനെ പിന്തുണച്ചില്ല എങ്കിൽ മുഴുക്കുടിയൻ ആധിപത്യം വാങ്ങിപ്പോകും. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. അല്ലാതെ നമുക്ക് മത്സരിക്കാൻ അവസരമുണ്ടെങ്കിൽ, അതിന് സാധ്യതയുണ്ടെങ്കിൽ മത്സരിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ സാധ്യതയില്ല എങ്കിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റിനെയും അതിനെ കൊണ്ടു നടക്കുന്നവരെയും പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത്, അതിന് ശക്തിയുള്ള ആളുകളുടെ കൂടെ ചേരുക എന്നത് ഇസ്ലാമിന്റെ നിലപാടാണ്. അതുകൊണ്ടാണ് അബൂ ത്വാലിബ് പ്രവാചകനോടൊപ്പം ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് സഹായികളായിക്കൊണ്ട് ജൂതന്മാർ 3500ഓളം ജൂതന്മാർ പ്രവാചകനോടൊപ്പം നിർത്തപ്പെട്ടത്. പ്രവാചകൻ നിർത്തിയത് കൊണ്ട് നിന്നതാ. 3500ഓളം ക്രിസ്ത്യാനികൾ പ്രവാചകനോടൊപ്പം നിന്നത്. അതെന്തുകൊണ്ടാണ്? പ്രവാചകൻ ചേർത്ത് നിർത്തിയിട്ട് നേരിട്ടു ആദ്യം അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയും ഉൾപ്പെടെ നേരിട്ടു, റോമ പേർഷ്യയെ ഉൾപ്പെടെ നേരിട്ടു. ഇതിലൊന്നും ദീന് കാണാതെ പോവുക, എന്നിട്ട് ഈ വൻപാപികളെ പിന്തുണക്കുകയും ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ദീനുണ്ടല്ലോ, അത് ഇസ്ലാം പറഞ്ഞതല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, ഹക്കാണ് അവരൊക്കെ കാഫിറുകളാണ് കേട്ടോ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആരൊക്കെയാണ്?
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന, അല്ലാഹു വലിയ ശിക്ഷയാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി എന്തൊക്കെയാണ്? ദൈവത്തെ നിഷേധിക്കുക. ഏത് മേഖലയിൽ? രാഷ്ട്രീയ മേഖലയിൽ. അവിടെ ദൈവത്തിന്റെ വർത്താനൊന്നും പറഞ്ഞ് നിങ്ങൾ ആരും കൊണ്ടുവരണ്ട. മതമേഖലയിൽ പള്ളിയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് നിസ്കരിച്ചോ, അവിടൊക്കെ നിങ്ങൾക്ക് എന്ത് നിലപാടും സ്വീകരിച്ചോ, ഇവിടക്ക് കൊണ്ടുവരേണ്ടതില്ല. എന്നിട്ട് അവിടെ നിഷേധിക്കുക. ഏറ്റവും നമ്രൂദിസത്തിൽ നിഷേധിക്കുക, ഫറോവനിസത്തിൽ നിഷേധിക്കുക, അതേപോലെ അബൂജഹലും മുത്തുബത്തിന്റെയും ശൈബത്തിലും നിഷേധിക്കുക. എന്നിട്ട് നിലപാട് സ്വീകരിക്കുക. പ്രവാചകനെ നിഷേധിക്കുക, പ്രവാചകന്റെ കൂടെ ചേരും. അള്ളാനെപ്പെല്ലാം കൂടി നമുക്ക് പറ്റില്ല. ഖുർആനുള്ളത് മുഴുവനും ദീനാണ്. ഖുർആനുള്ളത് മുഴുവനും ദീനാണ്. ഈ സത്യത്തെ നിഷേധിക്കുക. 30 ജുസുവിലും ഖുർആൻ പറഞ്ഞത് ദീനാണെന്ന് അംഗീകരിക്കുവാൻ സന്നദ്ധമല്ലാതെ അള്ളാഹു ഒരു പ്രവാചകനെ നമുക്ക് അംഗീകരിക്കാം, അള്ളാഹിനെ പറ്റൂല. അള്ളാഹിനെ നമുക്ക് അംഗീകരിക്കാം, പ്രവാചകനെ പറ്റൂല. എന്നിട്ട് വേർപ്പെടുത്താനുള്ള ശ്രമം നടത്തുക. ഈ സംഗതിയെ എല്ലാത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ട് പള്ളി മൂലയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. എന്നിട്ടോ നുഅ്മിനു ബിബഅദിൻ നക്ഫുർ ബിബഅദ്, ചിലതൊക്കെ എടുത്ത് മറ്റു ചിലത് നിഷേധിക്കുക. മദ്യത്തിലും ലഹരിയിലൊക്കെ ഒന്നും ഇപ്പൊ നമുക്കിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മിണ്ടണ്ട, അതൊന്നും പറയാൻ സാധ്യതയില്ല. അവർക്ക് ഭീകരവാദമാണ്, തീവ്രവാദമാണ്. അതേപോലെ കൊടിയ ശിർക്കൻ ഭരണത്തിന്റെ മേഖലയിലൊന്നും നമ്മളിപ്പോ ദീൻ പറയണ്ട. നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? നമ്മൾ ചില അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന കുറെ, അല്ലെങ്കിൽ അതേപോലെ ചില ദിക്ർ ദുആകളിൽ, അതേപോലെ ചില സ്വലാത്ത് ദിക്റുകളിലൊക്കെ നമ്മൾ ദീൻ ഇങ്ങനെ കൊണ്ടു നടന്ന് നമ്മൾ അങ്ങനെ ഒതുങ്ങിക്കൂടിയാൽ മതി എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ് ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്. എന്നിട്ട് രണ്ടും ചേർത്തുകൊണ്ടൊരു വഴി, ആ ഒരു വഴിയും വേണം, ഇതും വേണം, രണ്ടും ചേർത്തുകൊണ്ടൊരു വഴി. ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമം. എന്നിട്ട് ആ മുന്നണിയിലേക്കൊന്നും വരാതിരുന്നു കഴിഞ്ഞാൽ ആരാണോ ഏത് മുന്നണിയിലേക്ക് വരാതിരിക്കുന്നത് അവർ തീവ്രവാദികളാണ്. ആ വരാത്ത മുന്നണികളെ ആളുകളെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അവർ ലോക ഭീകരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് മുന്നണിയിലേക്കാണോ വരാത്തത് അവരാണ് പറയുന്നത്. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണോ നന്മയുടെ വശം കൂടുതൽ നന്മയുള്ളത്, ഏതാണോ ഈ സംഘടനത്തിൽ ആരാണോ വിജയിക്കേണ്ടത്, അതിന് നന്മയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ അതിനെ ഉൾപ്പെടെ തീവ്രവാദമാക്കി ഭീകരവാദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനികമായി ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. കൂട്ടിക്കെട്ടി നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കുഫ്റാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആനിന്റെ വലിയൊരു ആയത്തുകളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതുവരെ രാഷ്ട്രീയ മേഖലയിൽ ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ യോഗ്യത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയത്തിനെതിരെ 100 കണക്കിന് ആയത്തുകൾ സാധുവായ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയത്തിനെതിരെ 100 കണക്കിന്, ഞാനൊരു പക്ഷേ അത്ഭുതപ്പെട്ടേക്കാം, 1000 കണക്കിനെന്ന് പറഞ്ഞു. നമ്മൾ നോക്കി ഓതാണെങ്കിൽ 1000 ആയത്തുകൾ നിങ്ങൾക്കെതിരെ ഉദ്ധരിക്കാൻ എനിക്ക് സാധിക്കും. എന്നാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന ആ ഭാഗത്ത് ഒരായത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ, ആ ആശയത്തിന് ഒരായത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ ആ ആയത്ത് കൂടെ ചേർത്തിട്ടേ മുന്നോട്ട് പോകൂ. കാരണം എന്താണ്? അള്ളാഹ് പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ ചിലതും നിങ്ങളെടുത്ത് മറ്റു ചിലത് നിങ്ങളെങ്ങാനും മാറ്റിവെച്ചാൽ, ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി. അങ്ങനെയാണല്ലോ. നോക്കൂ, നിങ്ങൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു വലിയ ബിസിനസ്സുകാരുണ്ടെന്ന് കൂട്ടാ, വലിയ ബിസിനസ്, കോടികളാണ് ആസ്തി അയാൾ. എന്നിട്ട് ഈ ബിസിനസ് ഒരുത്തം തട്ടിയെടുത്തു. ഇയാൾക്ക് നല്ലോണം കാണുന്നുണ്ട് തട്ടിയെടുക്കുന്നതൊക്കെ. ആ ബിസിനസ് ഒരുത്തം തട്ടിയെടുത്തിട്ട് എന്ത് ചെയ്തു? ഇവനങ്ങ് പോയി വളർന്ന് വലുതായി ഒരുപാട് ലക്ഷങ്ങൾ കോടികൾ ചെലവഴിക്കുക. അങ്ങോട്ട് അവൻ എന്ത് ചെയ്യുന്നു അറിയോ? ഈ ബിസിനസ് ഉപയോഗപ്പെടുത്തി വളർന്ന് അവൻ 10,000 വീടൊക്കെ വെച്ചു കൊടുത്തത് പാവങ്ങൾക്ക്. 10,000 വീടൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇവൻ എവിടെ വരെ പോകുമെന്ന് നോക്കി നിൽക്കുകയാണ്. പിടിക്കുമ്പോ പിടുത്തമായിരിക്കണം, അതാണ് ഇവന്റെ ലക്ഷ്യം. ആ നോക്കി നിൽപ്പിന്റെ ലക്ഷ്യം ഇവൻ എവിടെ വരെ പോകും എന്ന് നോക്കി നിൽക്കുന്ന ഒരു മുതലാളി. ആ മുതലാളി 10,000 വീട് വെച്ചു കൊടുത്തു അവൻ പാവങ്ങൾക്ക്. എന്തായിരിക്കും നമ്മുടെ നിലപാട്? കഴിവേറി എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ട് അടങ്ങൂ. എന്റെ മുതലെടുത്തിട്ട് നീ ആരടാ തീരുമാനിക്കാൻ? 10,000 വീട് വെച്ചു കൊടുക്കാൻ നീ ആരടാ തീരുമാനിക്കാൻ? അത് ചോദിക്കുക തന്നെ ചെയ്യും. അതാണ് അള്ളാഹുവിൻ്റെതാണ്. അതാണ് ഹക്കിമിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തൗഹീദിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹക്കിമിയത്താണ്. ഇലൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അള്ളാഹിന്റെ മുതലിനെ കുറിച്ച് സംസാരിക്കാൻ അള്ളാഹുവിന് അധികാരമുള്ളൂ. അത് ആരോ എന്തു ആവണമെന്ന് അവൻ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, ഹഖ്ഖാണ് കേട്ടവർ കള്ളന്മാരാണ്. അതിൽ നിലപാട് സ്വീകരിക്കണം. അപ്പൊ നിലപാട് സ്വീകരിക്കുമ്പോൾ ആളൊക്കെ കൂടി കൊണ്ട് സ്വീകരിച്ച് പെട്ടെന്ന് സ്വീകരണം നൽകുന്നവരും വിചാരിക്കണ്ട. അത് പ്രവാചകന്റെ അനുഭവം നല്ലോണം ഉണ്ടാവും, പ്രവാചകന്മാരുടെ മുഴുവൻ അനുഭവം ഉണ്ടാവും. ഇതൊരു യാഥാർത്ഥ്യം. നൂഹ് നബിക്ക് 25 ആളല്ലേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 32 ആളല്ലേ കിട്ടിയുള്ളൂ.
25 ലക്ഷത്തിൽ നിന്ന് 32 കിട്ടിയത്. ഇത് അംഗീകരിക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഭൂരിപക്ഷ ആളുകൾ ഇതിനെ പിന്തുണക്കുമെന്നാരും വിചാരിക്കേണ്ടതില്ല. ഒറ്റക്കായേക്കും അൽ കഹ്ഫിലെ ഗുഹാവാസികളെ പോലെ അവർ 7 പേരുള്ളെങ്കിൽ അവരല്ല പൊട്ടിയെടുക്കും, എന്നിട്ട് മുഴുവൻ അള്ളാഹു എന്തെയും നശിപ്പിക്കും. അത് 32 പേരുള്ളെങ്കിൽ കപ്പലുണ്ടാക്കി പൊക്കും അള്ളാഹു, ബാക്കി തുടച്ചങ്ങോട്ട് വൃത്തിയാക്കും. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അതുകൊണ്ട് ആരുടെ കൂടെ നിൽക്കണം, എന്തായിരിക്കണം നമ്മളുടെ നിലപാട്? നമുക്കെല്ലാ സുഖസൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. കൊടിയ ശിർക്കിന്റെയും കുഫറിന്റെയും നിഫാഖിന്റെയും നിലപാട് സ്വീകരിക്കുന്നവർക്ക് അള്ളാഹു അവരെ അഴിച്ചുവിടുമെന്നാണ് എല്ലാവിധ സുഖസൗകര്യവും. പക്ഷെ മരിക്കുന്ന വേളയിൽ മാത്രമേ അവരറിയൂ ഇതൊക്കെ കൂടി എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴവരെല്ലാത്തിലും നിരാശരായി തീരുന്നു. ഞാൻ കുഫറിനെയാണോ പിന്തുണച്ചിരുന്നത്, ഞാൻ മൗനം പാലിച്ചു തൗഹീദിനെതിരെ, ഇന്ന മേഖലയിൽ ഇന്ന അവസ്ഥയിൽ ഇന്ന സന്ദർഭത്തിലൊക്കെ ജീവിതത്തിൽ ഞാൻ മൗനം പാലിച്ചു പോയി, അതുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയില്ല, ഒന്നുപോലും സ്വീകാര്യമല്ല എന്ന് മനസ്സിലാവുന്നത് അവസാന നിമിഷമായിരിക്കും. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതൊരു സത്യമായി തന്നെ അവിടെ കിടക്കും. ആ സത്യത്തെ വിളിച്ചു പറയാനുള്ള തന്റെ ഇടം എനിക്കും നിങ്ങൾ കാണിക്കണം. അതാണ് ഇബ്രാഹിം മില്ലത്ത്, അതാണ് ഇബ്രാഹിം മില്ലത്ത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ശിർക്കിന്റെ ഒരു അംശവും ചെയ്യുന്നവനല്ല. അതാണ് വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ് എന്ന് 5 നേരം അപ്ഡേറ്റ് ചെയ്യണം. ഫർദ് നമസ്കാരത്തിലൂടെ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്റെ സകലതും. കാരണം അവന്റേതല്ലാത്ത ഒന്നും എന്റെ അടുത്തില്ല. അവൻ നൽകുന്ന ശ്വാസമാണ് ഞാനും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം. അത് എന്നവസാനിക്കുന്നുവോ എല്ലാം അവസാനിച്ചു. അതിനുശേഷം രക്ഷപ്പെടുത്തുവാൻ ഗർഭാശയത്തിൽ എന്നെ സംരക്ഷിച്ച അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്ഭുതകരമാംവിധം ഗർഭാശയത്തിൽ സംരക്ഷിച്ചവന് ഖബറിൽ നമ്മളെ സംരക്ഷിക്കാൻ കഴിയും, നമ്മളെ ജീവിപ്പിക്കുവാനും രക്ഷപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് അവൻ മാത്രമാണ് രക്ഷ, അവനല്ലാത്തതൊന്നും രക്ഷയില്ല എന്ന തൗഹീദിന്റെ മർമ്മം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് സന്ദർഭങ്ങൾ എത്ര വരുന്ന, ചെറുതാവട്ടെ വലുതാവട്ടെ, ആ അർത്ഥത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, ഋജുമാനസനായി നിൽക്കണം, ഹനീഫൻ മുസ്ലിമനായിരിക്കണം. ഒരു വക്രതയുടെ കണിക പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. എന്നിട്ട് നമസ്കരിക്കണം. വയുഖീമുസ്സലാത്ത്, അതേപോലെ തന്നെ വയുത്തു സക്കാത്ത്, സക്കാത്തിലേക്ക് പ്രവേശിക്കണം. വദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ ദീന്. അതല്ലാത്തതൊക്കെ ചൊവ്വല്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഇരട്ടത്താപ്പുണ്ടല്ലോ, വിശ്വാസികളോടൊപ്പം വരുമ്പോ ഞങ്ങൾ ഭയങ്കര വിശ്വാസികളായിട്ട് അങ്ങോട്ട് ശമയ വൈദാ ഹലൗ ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅക്കും, മദ്യം വിളമ്പുന്ന വ്യഭിചാരശാല നടത്തുന്ന ശിർക്കൻ വ്യവസ്ഥ കൊണ്ട് നടക്കുന്ന ആളുകളുടെ കൂടെ കൂടുമ്പോ നമ്മൾ നിങ്ങളോടൊപ്പമാണ്. അങ്ങനെ നിലപാട് അവസാനിപ്പിച്ചിട്ട് ഇസ്ലാമിന് വേണ്ടി ഇസ്സത്തോടുകൂടി നിലനിൽക്കുക, അതിൽ നമുക്ക് രക്ഷയുണ്ട്. നമ്മളങ്ങനെ നിന്ന് കൊടുത്താൽ തന്നെ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കും. അല്ലാതെ പരക്കം പാഞ്ഞാലും എത്ര തന്നെ ചെയ്തു കൂട്ടിയാലും ഒരു രക്ഷയുമില്ല. നോക്കൂ നിങ്ങൾ, ഒരു വീടിന്റെ നന്നാക്കാൻ കാശ് കൊടുത്തത് മറ്റൊരാൾ, ഒരു മുതലാളി 10,000 വീട് വെച്ചു കൊടുത്തു അയാള്. പക്ഷെ അയാള് ശിർക്കിലധിഷ്ഠിതമായ വ്യവസ്ഥയുമായി നടക്കുന്ന ആളായിരുന്നു. പൂർണ്ണമായി തൗഹീദിലേക്ക് പൂർത്തീകരിച്ചു വന്ന ആളല്ല, ദുഖുലു ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞു വന്ന ആളല്ല. മറ്റേയാൾ ഇതിലടിയുറച്ചു നിൽക്കുന്നവനാണ്. അവനൊരു വീട് നന്നാക്കാനുള്ള കൈ കൊടുത്തിട്ടുള്ളൂ. അത് മതി അവൻ അള്ളാഹു, അത് മതി. അതാണ് അൽ കൗഫ് പറയുന്നത് നമ്മളോട്. അത് മതി, ആ നിലപാട് തന്നെ മതി. ബാക്കി 300 കൊല്ലം ഉറങ്ങിയാൽ മതി. എഴുന്നേൽക്കുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. ഇത് വെള്ളിയാഴ്ച എല്ലാ ആഴ്ചകളിലും ഓതിയിട്ട് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മങ്ങളെ മുഴുവനും കാലികമായി വിലയിരുത്തുവാനും നിലപാട് സ്വീകരിക്കുവാനും ആ നിലപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രകടമായി തന്നെ പ്രകടിപ്പിക്കുവാനും അള്ളാഹുവിന് ഹിക്മത്ത് വേണം. ഹിക്മത്തോടുകൂടി തന്നെ പ്രകടിപ്പിക്കുവാനും എന്നിട്ട് അതിനെ പിന്തുണക്കുവാനും പിന്താങ്ങുവാനും ഈ പോരാട്ട മുഖത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മുഖത്ത് അടിയുറച്ചു നിൽക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. സമുദായത്തിന് അതിന് മുത്തഖീന ഇമാമ നേതൃത്വം കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അക്കരം നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പ്രത്യേകം ബോധപൂർവം സന്ദർഭം നോക്കിക്കൊണ്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ മുത്തഖീങ്ങളുടെ ഇമാമായി മാറാൻ സൗഭാഗ്യം ലഭിച്ച മുത്തഖീങ്ങൾ മാത്രമല്ല, മുത്തഖീങ്ങളുടെ നയിക്കുന്ന നേതാവ് തന്നെ ആയി മാറാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.